ശബരിമലയ്ക്കും രാമക്ഷേത്രത്തിനും സംരക്ഷണം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കൽ, കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ. ആഹാ, ഇജാതി പ്രകടന പത്രികയല്ലേ. പോരാഞ്ഞിട്ട് 400 സീറ്റ് എന്നുള്ള ഓരോ മോഹങ്ങൾ. ഇപ്പൊ തന്നെ 4 ഫേസ് ഇലക്ഷൻ കഴിഞ്ഞ് ഇനി 3 എണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. മോഡി അങ്ങോട്ട് കുറഞ്ഞു വരികയാണല്ലോ. മറ്റേ പരസ്യമൊക്കെ ഒന്നുകൂടെ ഇറക്കാം അങ്ങോട്ട്. വേദനകൾക്ക് അറുതി, മോദിയുടെ ഗ്യാരണ്ടി. ഇലക്ഷൻ തോക്കുമെന്ന് പേടിച്ച് ജി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. മറ്റേ വിദ്വേഷ പ്രസംഗം, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടൽ. ഇപ്പം അവസാനത്തെ ഐഡിയയാണ് ജി നാട്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വം അഥവാ വർഗീയവാദം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലേ ഇങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതിലിപ്പോൾ എന്തോന്ന് പ്രത്യേകത എന്നൊക്കെ. എന്നാൽ അങ്ങനെയല്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഓപ്പൺ അല്ലായിരുന്നു. ഉദാഹരണത്തിന് ആ രാമക്ഷേത്രം പണിഞ്ഞതും അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ ചെയ്തത് ഓർമ്മയില്ലേ? ഭയങ്കര നോർമലായിട്ട് ആളുകളെ ഇളക്കി വിട്ട് പള്ളി പൊളിപ്പിക്കുന്നു, കോടതി വിധി വരുന്നു. വളരെ നോർമലായിട്ട് അവിടെ കണ്ടാൽ പേടിച്ചു പോകും പോലത്തെ ഒരു അമ്പലം പണിയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വളരെ നോർമലായിട്ട് ജി പോയി അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇലക്ട്രൽ ബോണ്ട് തൂക്കിയതോടെ ജിയുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ അടുത്ത ദിവസം തന്നെ ഗുണ്ടാസംഘമായ ED വിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിച്ചു. ചോദ്യം ചെയ്തത് CPM ആയതുകൊണ്ട് കേരളത്തിൽ വന്ന് തോമസ് ഐസക്കിന്റെ മെക്കിട്ട് കയറിച്ചു. പുള്ളി തിരിച്ച് 2 ചോദ്യം ചോദിച്ചപ്പോൾ കോടതി തന്നെ ED എടുത്ത് ചോദിച്ചു, വെറുതെ ഇരിക്കണം ഇയാളുടെ മെക്കിട്ടൊക്കെ എന്തിനാണ് കയറുന്നതെന്ന്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവാറായല്ലോ എൻ്റെ രാമഭഗവാനെ എന്ന് വിചാരിച്ച് മോദി 18ാമത്തെ അടവെടുത്തു. ശരിയായ വിഷം. ഓരോ പൊതുസ്ഥലത്ത് വന്നിട്ട് ജാതിയും മതവും പറഞ്ഞ് നെറികെട്ട കളി കളിച്ചു നോക്കി. ആളുകൾ തീരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പുതിയ പരിപാടി. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. യെസ്, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കിൽ അച്ചാറ്. ആഹാ, തുറന്ന പട്ടിഷോ. സ്ഥിര ഇലക്ഷൻ നടക്കാറാകുമ്പോൾ ഗ്യാസിന്റെ വിലയൊക്കെ കുറയ്ക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ ചുടാലോ. നാരീശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇവിടെ നടക്കണേ? എൻ്റെ അമ്മയൊന്നും മോദിജിയെ കാണണ്ട, വിഷയം നടക്കൂടെ. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ ആവോ? തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തി കൊടുക്കും, തിരി തവിട് ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്ന് പറഞ്ഞ് ഒഴുകുകയായി. ശരി, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്തതെന്ന്? മിസ്റ്റർ, ഇന്ത്യയിൽ 3-ൽ 1 സ്ത്രീക്ക് പോഷകക്കുറവുണ്ട്. 1025 നവജാത ശിശുക്കൾ മരിക്കുന്നുണ്ട്. ബീഹാറിലൊക്കെ ജനസംഖ്യയുടെ 51% ആളുകൾ ദരിദ്രരാണ്. എന്നിട്ട് നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ഹീറോ ഇപ്പൊ പാവങ്ങൾക്ക് കുടിക്കാനുള്ള പാലും വെണ്ണയൊക്കെ നദിയിൽ ഒഴുക്കി കളയുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തള്ളുന്നു, ഗുരുദ്വാരത്തിൽ പോയി ചപ്പാത്തി ചുട്ട് കളിക്കുന്നു. ആ ചപ്പാത്തി ചുടാനുള്ള ഗതി പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നപ്പോ ഇപ്പൊ ഇലക്ഷൻ അടുപ്പിച്ച് അടുപ്പിന്റെ മൂട്ടി പോയി നിൽക്കേണ്ടി വരുമോ എന്റെ മോദിജി? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനങ്ങടെ പോണേ. അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോൾ നീ പഠിക്കുള്ളൂ. പിന്നെ ഇന്ന് ജി നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചു. ഗുയിസ് വളരെ ജനാധിപത്യപരമായിട്ട് ഒരു സ്വാമിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൂജയൊന്നും നടത്തുന്നതായിട്ട് കാണുന്നില്ല. മിക്കവാറും പത്രികയുടെ മുകളിൽ ജയ് ശ്രീറാം എന്ന് എഴുതി കാണും. ജൂൺ 1 വരെ ഇനി ജി എന്തൊക്കെ കാണിച്ചു കൂട്ടും എൻ്റെ രാമഭഗവാനെ.